ആലപ്പുഴ ഓമനപ്പുഴയിൽ യുവതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ ഏഞ്ചൽ ജാസ്മിനാണ് മരിച്ചത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് സംശയം. പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, അതിക്രൂരമായ സംഭവം, കൊലപാതകം. എപ്പോഴാണ് ഈ കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്? KP, ഇന്നലെ രാത്രിയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് ഇപ്പോൾ ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ പിതാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ, അച്ഛൻ ഫ്രാൻസിസ് എന്ന് വിളിക്കുന്ന ജോസ്മോനാണ് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. ജോസ്മോൻ്റെ പിതാവിനെ ഈ കുട്ടി മർദ്ദിച്ചു. ഇതിൽ ദേഷ്യം വന്നതോടെ പേടിപ്പിക്കാൻ വേണ്ടി തോർത്ത് കഴുത്തിൽ ചുറ്റി മുറുക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ മരണം സംഭവിച്ചു എന്നതാണ് പിതാവ് നൽകിയിരിക്കുന്ന മൊഴി. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് മറ്റു ബന്ധുക്കൾ മൃതദേഹം കാണുന്നത്. അപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി തിരിച്ചറിഞ്ഞു. പിന്നെ 3 വർഷത്തിനുള്ളിൽ ആണ്, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താലൂക്ക് ഓഫീസറുടെ, തഹസിൽദാറുടെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അതിനുശേഷം ഡോക്ടർമാരുടെ പരിശോധനയിൽ സംശയം തോന്നുകയും അത് പോലീസിനെ അറിയിക്കുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പിതാവ് കൊലപാതകമാണ്, ഇത് ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് സമ്മതിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നതും. KP. ശരി, സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.